വിശുദ്ധ ജീവിതം നയിക്കുവാൻ എന്നെ പ്രാപ്തനാക്കി തീർക്കണേ. ക്രിസ്തുവിന്റെ ഒന്നാം വരവ് ഏറെ ലാളിത്യത്തോടും സൗമ്യതയോടുമാണ്. ഒരു സ്ത്രീയുടെ മാറിൽ സർവശക്തനായ ദൈവം ഇടിമിന്നിൽ സംസാരിച്ച ദൈവം നെഞ്ചോട് ചേർന്ന് കിടന്നതിൻ്റെ ഓർമ്മയാണ് ഒന്നാം വരവ്. മുലതീണ്ടിയ മുഖവുമായി ഒരു സ്ത്രീയുടെ മാറിൽ ആ ദൈവപുത്രൻ കിടന്നുറങ്ങിയപ്പോൾ എല്ലാം ശാന്തമായിരുന്നു. പാപങ്ങളൊക്കെ നന്മയാക്കി തീർക്കാൻ എല്ലാ പാവവും അവൻ ഏറ്റെടുത്ത് ഈ ഭൂമിയിൽ മരിച്ചു വീണു. ഇങ്ങനെ ഒന്നാം വരവ് ഒരു സഹനദാസനായിട്ടാണ് നാം കണ്ടത്. എന്നാൽ രണ്ടാം വരവ് അങ്ങനെയല്ല എന്നതിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ആദ്യത്തെ വരവിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ സഹനദാസനായിട്ടാണെങ്കിൽ രണ്ടാം വരവിൽ മഹത്വീകൃതനായ ക്രിസ്തുവിനെയാണ് നാം കാണുന്നത്. അതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഭീകരമായ ദുരന്തങ്ങൾക്കൊടുവിലായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. അതാണ് നാം വചനത്തിൽ വായിക്കുന്നത്. ഇതിൻ്റെ കൃത്യമായ വിവരണം വെളിപാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാം വരവ് എന്തായിരിക്കും? ഇത് രണ്ടാം വരവ് എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുകയും വിധിക്കുകയും ചെയ്യുന്ന ഒരു ദൈവപുത്രൻ്റെ വരവാണ്. ആ വരവ് വേദനകളുടെ ദൈവപുത്രനായിരിക്കില്ല, സഹനദാസൻ്റെ ദൈവപുത്രനായിരിക്കില്ല, മറിച്ച് മഹത്വീകൃതനായ വിധിയാളനായ ദൈവപുത്രനായിരിക്കും. ഇതാണ് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. എന്തുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് നാം ഈ ഞായറാഴ്ച ചിന്തിക്കുന്നത്? അതിന് കാരണം ആഗമനകാലത്തിലേക്ക് നാം അടുക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ജന്മത്തിരുനാളിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ജന്മത്തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു ആഗമനകാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു കാര്യം രണ്ടാം വരവിനെക്കുറിച്ചുമാണ്. ഒന്നാം വരവിനെ അനുസ്മരിക്കുമ്പോൾ ഉള്ളിൽ സൂക്ഷിക്കേണ്ടത് രണ്ടാം വരവ് കൂടിയാണ്. 1ഉം 2ഉം അത്ര ചെറിയ വരവുകളല്ല. ഇനി ക്രിസ്തു വരുമ്പോൾ നമ്മളൊക്കെ എന്തുമാത്രം ഒരുക്കത്തോടെയാണ് അവനെ സ്വീകരിക്കാനായി നിൽക്കുന്നത്? ഈ ഒരു ചോദ്യമാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ ഉയർത്തപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമെന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും എന്നുള്ളൊരു വാക്യമാണ്. ആരാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ? ജീവിച്ചിരിക്കുന്നവർ മാത്രമാണോ? അല്ല, മരിച്ചവരും കൂടിയാണ്. ഈ മരിച്ചവരും ജീവിക്കുന്നവരുമായ എല്ലാ മനുഷ്യരും അവൻ്റെ മുമ്പിൽ കൂട്ടപ്പെടും. എന്നിട്ട് അവൻ അവിടെ വിധി നടത്തും. ആർ വി പ്രിപ്പയർഡ്? കുറച്ചും കൂടി ഗൗരവകരമായി ചോദിച്ചാൽ സുവിശേഷം പറയുന്നത് അവൻ വരുന്ന സമയമോ മണിക്കൂറോ ആർക്കും അറിയില്ല. ആർ വി റിയലി പ്രിപ്പയർഡ്? നമ്മൾ ഒരുക്കത്തോടെയാണോ ആ ഒരു വരവിന് വേണ്ടി നിൽക്കുന്നത്? ക്രിസ്തുവിൻ്റെ ഒന്നാം വരവ് വളരെയധികം ദയനീയവും ഏറ്റവും ലാളിത്യത്തോടുമൊക്കെ ആയിരുന്നപ്പോൾ അതേ കണക്കാണ് രണ്ടാം വരവ്. നമ്മളത് ചിന്തിക്കരുത്. വളരെ വിധിയോടുകൂടി നമ്മുടെ ശരികളെയും തെറ്റുകളെയും കണക്ക് പുസ്തകത്തിൽ എഴുതി ആ കണക്കുകളൊക്കെ കൃത്യമായി ചൂണ്ടിക്കാണിച്ച്, ഞാൻ തടവറയിലായിരുന്നോ നിങ്ങളെന്നെ സന്ദർശിച്ചോ, ഞാൻ നഗ്നനായിരുന്നോ നിങ്ങളെന്നെ ഉടുപ്പിച്ചോ, എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നോ, ഇങ്ങനെ ഒത്തിരിയേറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ആ ചോദ്യങ്ങൾക്ക് അതെ അല്ലെങ്കിൽ ആണ് എന്നൊക്കെ ഉത്തരം പറയാനുള്ളൊരു അവസരം മാത്രം തന്ന് നമ്മളെ വിധിക്കുന്നൊരു ദൈവം. പ്രിയമുള്ളവരെ, ഈ ദൈവത്തിന് മുമ്പിൽ നമ്മൾ എന്തുമാത്രം ഒരുക്കത്തോടെയാണ് ഈ ഭൂമിയിലായിരിക്കുന്നത്? എപ്പോൾ വേണമെങ്കിലും കാത്തിരിക്കാവുന്ന രണ്ടാം വരവിനെക്കുറിച്ച് നമ്മളുടെയൊക്കെ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ടോ? ഒത്തിരിയേറെ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ചോദിക്കപ്പെടുന്നുണ്ട്. കുറച്ചും കൂടി വിശുദ്ധമുള്ളൊരു ജീവിതമാണ് ഈ ആഗമനകാലം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ജന്മത്തിരുനാളിന് വേണ്ടി നാം ഒരുങ്ങുന്ന ഒരു ആഗമനകാലത്തിലേക്ക് നാം പ്രവേശിക്കാനായി ഒരുങ്ങുമ്പോൾ ആ ഒരു ജീവിതം കുറച്ചും കൂടി ഒരുക്കമുള്ളതായിരിക്കണം. അതുകൊണ്ട് ഇപ്പോഴേ നമ്മുടെ ഹൃദയത്തെ പാകപ്പെടുത്തണം. ജീവിതത്തിൽ തഴക്കമുള്ള പാപങ്ങളൊന്നും വേണ്ട എന്ന് വയ്ക്കാനും ഇനി മുതൽ കുറച്ചും കൂടി നൈർമല്യതയോടെ ക്രിസ്തു എങ്ങനെയാണോ പരിശുദ്ധ അമ്മയുടെ മാറിൽ കിടന്നുറങ്ങിയത് അത്രയും നിഷ്കളങ്കതയോടേക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു കൃപാവരം നമുക്കുണ്ടാകണം. ആ ഒരു കൃപാവരത്തിലാണ് നമ്മളൊക്കെ ദൈവത്തിന് മുമ്പിൽ ധൈര്യപൂർവ്വം നിൽക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടാകുന്നത്. അന്ന് ഒരു യജമാനൻ ഭൃത്യനോടെന്ന പോലെ അവൻ ചിലപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ആ ചോദ്യങ്ങൾക്കൊക്കെ അതേന്ന് മാത്രം ഉത്തരം പറയുന്നവർ പിന്നെ അവൻ്റെ സ്നേഹിതന്മാരുടെ ഗണത്തിലാണ്. നമ്മളൊക്കെ ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ എന്തുമാത്രം അകൽച്ച പാലിക്കുന്നുണ്ട്? പാപം ചെയ്യുന്ന മനുഷ്യരും തെറ്റ് ചെയ്യുന്നവരൊക്കെ ന്യായീകരിക്കപ്പെടില്ല. അത് കൃത്യമായി അവൻ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ക്രിസ്തുവിനെ കരുണയുള്ളവരാക്കി മാത്രം ചിത്രീകരിച്ച മനുഷ്യർ എന്തുകൊണ്ട് നീതിബോധമുള്ള ക്രിസ്തുവിനെ കാണാൻ മറന്നു പോകുന്നു? അവൻ്റെ നീതിക്ക് മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് കൂടി ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കുറച്ചും കൂടി ക്രിസ്തുവിൻ്റെ ബോധ്യങ്ങൾക്കൊത്ത് ജീവിക്കാൻ, സുവിശേഷ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ, നിർമ്മലതയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. യേശുനാഥ, അങ്ങേ വരവിനായി എന്നെ ഒരുക്കണേ. ഞരങ്ങുന്നു കുറുപ്രാവു പോൽ നിൻ
സന്നിധേ വാനമേഘേ കോടി ദൂതരുമായി അന്നു കാഹളം വാനിൽ ധ്വനിക്കുമ്പോൾ വാനമേഘേ കോടി ദൂതരുമായി അന്നു കാഹളം വാനിൽ ധ്വനിക്കുമ്പോൾ എന്നെയും ചേർക്കണേ യേശുനാഥ അങ്ങേ വരവിനായി എന്നെ ഒരുക്കണേ. വിശുദ്ധ ജീവിതം നയിക്കുവാൻ എന്നെ പ്രാപ്തനാക്കി തീർക്കണേ. തേജസ്സിൻ വാടാമൂടി ചൂടുവാൻ എന്നെ യോഗ്യനാക്കി തീർക്കണേ. എൻ്റെ കളങ്കമെല്ലാം മാറിടാൻ നിത്യജീവനായി ഞാൻ ഒരുങ്ങുവാൻ എൻ്റെ കളങ്കമെല്ലാം മാറിടാൻ നിത്യജീവനായി ഞാൻ ഒരുങ്ങുവാൻ എന്നിൽ നീ നിറയണേ യേശുനാഥ അങ്ങേ വരവിനായി എന്നെ ഒരുക്കണേ. കനിവിനാഥനെ കനിവു ചൊരിയണേ. കരങ്ങളിൽ എന്നെ താങ്ങണേ. അലിവു നിറയും സ്നേഹസാന്ത്വനം കരുണയോടെ എന്നിൽ പകരണേ. എൻ്റെ ദേഹം മണ്ണോടു ചേരുമ്പോൾ സ്വർഗഭവനമെനിക്കായി തുറക്കുവാൻ എൻ്റെ ദേഹം മണ്ണോടു ചേരുമ്പോൾ സ്വർഗഭവനമെനിക്കായി തുറക്കുവാൻ എന്നിൽ നീ വിശുദ്ധ ജീവിതം നയിക്കുവാൻ എന്നെ പ്രാപ്തനാക്കി തീർക്കണേ. ക്രിസ്തുവിന്റെ ഒന്നാം വരവ് ഏറെ ലാളിത്യത്തോടും സൗമ്യതയോടുമാണ്. ഒരു സ്ത്രീയുടെ മാറിൽ സർവശക്തനായ ദൈവം ഇടിമിന്നലിൽ സംസാരിച്ച ദൈവം നെഞ്ചോട് ചേർന്ന് കിടന്നതിൻ്റെ ഓർമ്മയാണ് ഒന്നാം വരവ്. മുലതീണ്ടിയ മുഖവുമായി ഒരു സ്ത്രീയുടെ മാറിൽ ആ ദൈവപുത്രൻ കിടന്നുറങ്ങിയപ്പോൾ എല്ലാം ശാന്തമായിരുന്നു. പാപങ്ങളൊക്കെ നന്മയാക്കി തീർക്കാൻ എല്ലാ പാവവും അവൻ ഏറ്റെടുത്ത് ഈ ഭൂമിയിൽ മരിച്ചു വീണു. ഇങ്ങനെ ഒന്നാം വരവ് ഒരു സഹനദാസനായിട്ടാണ് നാം കണ്ടത്. എന്നാൽ രണ്ടാം വരവ് അങ്ങനെയല്ല എന്നതിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ആദ്യത്തെ വരവിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ സഹനദാസനായിട്ടാണെങ്കിൽ രണ്ടാം വരവിൽ മഹത്വീകൃതനായ ക്രിസ്തുവിനെയാണ് നാം കാണുന്നത്. അതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഭീകരമായ ദുരന്തങ്ങൾക്കൊടുവിലായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. അതാണ് നാം വചനത്തിൽ വായിക്കുന്നത്. ഇതിൻ്റെ കൃത്യമായ വിവരണം വെളിപാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാം വരവ് എന്തായിരിക്കും? ഇത് രണ്ടാം വരവ് എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുകയും വിധിക്കുകയും ചെയ്യുന്ന